അയ്യപ്പൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ശബരിമലയുടെ സ്വത്ത് നാടൊട്ടുക്ക് പ്രദക്ഷിണം നടത്തുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണ്. സംസ്ഥാനത്തെ ഒരു പ്രമുഖ നടൻ ജയറാമിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ 15 മിനിറ്റ് ഇത് വെച്ചു എന്ന് പറയുന്നു. വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചു എന്നറിയില്ല. ആ നിലയ്ക്ക് നാട് മുഴുവൻ പിരിവ് നടത്താനുള്ള സംവിധാനമാണോ, അതങ്ങനെ ഒരു വസ്തുവാണോ അത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതാണ്ട് 1255 ക്ഷേത്രങ്ങളടങ്ങുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ്. ഇത് ഒരു എല്ലാ മേഖലയിലും ഒരു സർക്കാർ സംവിധാനത്തിന് തുല്യമോ അതിനേക്കാൾ മെച്ചമോ ആയ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് അവിടെ സർവീസ് നിയമങ്ങളുണ്ട്, സ്റ്റോർ പർച്ചേസ് നിയമങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള വാല്യുബിൾസിൻ്റെ പ്രൊട്ടക്ഷൻ നിയമങ്ങളുണ്ട്, ആഡിറ്റ് നിയമങ്ങളുണ്ട്, സമഗ്ര മേഖലയിലും നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ കൃത്യമായി പാലിച്ചു വരികയാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നാടാടെയാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും. അപ്പോൾ അത് ആരംഭിച്ചത് തന്നെ ഈ 2018 അന്ന് സ്റ്റാറ്റ്യൂട്ടറി റൂൾസുകളുടെ ലംഘനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. കാരണം ഇത്തരത്തിലുള്ള മൈനർ റിപ്പേഴ്സുകൾ, മേജർ റിപ്പേഴ്സുകളൊന്നും ടെമ്പിൾ പെർമിസ് വിട്ടുപോകാൻ പാടില്ല എന്ന സ്റ്റാറ്റ്യൂട്ടറി റൂളുണ്ട്. അത് ലംഘിക്കപ്പെട്ടു. 2025 ആയപ്പോൾ അതുമാത്രമല്ല ലംഘിക്കപ്പെട്ടത്, കോടതി 2023 റെസ്ട്രിക്ഷൻ പുറപ്പെടുവിച്ചു. മേലിൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രയർ പെർമിഷൻ എടുക്കണം. സ്പെഷ്യൽ കമ്മീഷൻ, ഒരു സെർവിങ് ജില്ലാ ജഡ്ജി അവിടെ സ്പെഷ്യൽ കമ്മീഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകോവിലിൻ്റെ മുകളിലൊരു ചോർച്ച വന്നു. ഈ അവിടെ തറച്ച ആണിയിലൂടെ ഈ വെള്ളം താഴേക്ക് വന്നു. അപ്പോൾ അത് എഴുതി കൊടുത്തു. അത് റെക്ടിഫൈ ചെയ്ത് എങ്ങനെ അവിടെ വെച്ച് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അത് പരിപൂർണമായും അവിടെ വെച്ച് തന്നെ ആ ചോർച്ച പരിഹരിച്ചു. അപ്പം അത് ചെയ്യാനറിയാം, നിയമപരമായി അത് ചെയ്യാനറിയാം. അതൊരു പരാതിയും ഇതുവരെ ഒരു സമൂഹത്തിനും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥന്മാരെയോ ബോർഡിനെയോ അല്ലെങ്കിൽ ഇത് ആരാണ് ഇങ്ങനൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒന്ന്, ഈ ചട്ടലംഘനത്തിന് കർശനമായ നടപടി ഉണ്ടാവണം. ശബരിമലയുടെ ഈ സാധനം എടുത്ത് പുറത്തു കൊണ്ടുപോയത് ഒരിക്കലും നീതീകരിക്കാൻ വയ്യാത്ത കാര്യമാണ്. ഒരിക്കലും അവിടുത്തെ നിയമം അനുസരിച്ചാലും ഇപ്പോൾ കോടതിയുടെ ഉത്തരവനുസരിച്ചാലും ഇതിനേക്കാളൊക്കെ വലിയ കാര്യം ഈ ശബരിമല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ ഇൻറ്റേർണൽ ആഡിറ്റ് സംവിധാനമുണ്ട്. ഈ ഫെസ്റ്റിവൽ സീസൺ മുഴുവൻ സ്റ്റേറ്റ് ആഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺകറൻ്റ് ആഡിറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അവിടെ 360 ഈ ശബരിമല ഫെസ്റ്റിവൽ നടക്കുന്ന ടെമ്പിൾ പ്രവർത്തിക്കുന്ന എല്ലാ സമയത്തും അവിടെ കൺകറൻ്റ് ആഡിറ്ററും ലോക്കൽ ഫണ്ടിൻ്റെ എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആഡിറ്റ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്ന് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും സംവിധാനങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അക്കൗണ്ടിങ് സംവിധാനം, ഒരു പക്ഷേ സംസ്ഥാനത്തിൽ പുറത്തുള്ള സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ കർശനമായ സംവിധാനങ്ങൾ ഞങ്ങളുടെ വാല്യുബിൾസിൻ്റെ പ്രൊട്ടക്ഷൻ സംബന്ധിച്ച് അവിടെയുണ്ട്. കാരണം ഈ ഒരു ഭക്തൻ ഒരു സാധനം സമർപ്പിച്ചാൽ അതിന് പ്രത്യേക പ്രിൻ്റഡ് റെസിപ്റ്റ് ഉണ്ട്, കയ്യിൽ അത് കൊടുക്കണം. അതിൽ ഏകമാനമാണ്, അതിൻ്റെ മാറ്റെഴുതണം, അതിൻ്റെ തൂക്കം എഴുതണം. അത് തിരുവാഭരണം രജിസ്റ്റർ എന്നുള്ള വലിയൊരു രജിസ്റ്ററുണ്ട്, ഈ വാല്യുബിൾസിൻ്റെ രജിസ്റ്റർ. അതിൽ നമ്പറിട്ട് രേഖപ്പെടുത്തണം. ഇതിന് പീരിയോഡിക്കൽ വെരിഫിക്കേഷൻ നടത്തണം. ഇതിൻ്റെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ആൻഡ് മൈനസ് സ്റ്റേറ്റ്മെൻറ്റ് അയക്കണം. ഇങ്ങനെ വളരെ കർശനമായ നിയമമാണ് ഈ കാര്യത്തിൽ അവിടെ പാലിച്ചു വരുന്നത്. ഇത് അവിടെ മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ ഏതാണ്ട് 20 ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് 20 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ 20 സ്ട്രോങ് റൂമുകളിൽ ഇപ്പോൾ ശബരിമല പോലെ അതിനേക്കാൾ കൂടുതലോ തിരുവാഭരണങ്ങൾ അതിനേക്കാൾ മൂല്യമുള്ളത് സൂക്ഷിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിലും വൈക്കത്തൊക്കെ ഇരിക്കുന്ന തിരുവാഭരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ശബരിമലയുള്ളതിൻ്റെ ഒരു 3 ഇരട്ടി ഉണ്ടാവും. അതെല്ലാം തന്നെ ഞങ്ങൾ സംരക്ഷിതമായി ഈ സ്ട്രോങ് റൂമുകൾ സംരക്ഷിച്ച് 24 മണിക്കൂർ ഗാർഡ് ഡ്യൂട്ടിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവിടെയൊന്നും ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ശബരിമല ഇതുണ്ടായി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒരാളെ ഇത് ഇൻട്രസ്റ്റ് ചെയ്താണ്, അവിടെ മുതലാണ് ഇത് തെറ്റാൻ തുടങ്ങിയത്. അതെനിക്ക് മനസ്സിലായില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെറ്റാൻ തുടങ്ങിയത്. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ ബോർഡോ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാവരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ അങ്ങ് പറഞ്ഞു അവിടെ ഒന്നും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു വിഷയം പുറത്തു വരുന്നതിന് വരെ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നവരെയും നമ്മളെന്താ വിചാരിക്കുന്നത്, ശബരിമലയിൽ ഒരു ഈച്ച അനങ്ങില്ല എന്നാണ്. ശബരിമല തൊട്ട് അയ്യപ്പനെ തൊട്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ്. അത്രയും ഉത്തരവാദിത്വത്തോടെയാണ് ഇത് നടക്കുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്.
അതെ, അവിടെ സുരക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ വളരെ ഈ ആള് കൂടുന്നിടത്തോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ അഴിമതിയോ ചെറിയ തോതിലൊക്കെ ഉണ്ട്. അപ്പം ശബരിമല ഫെസ്റ്റിവൽ കാലത്ത് ഭണ്ഡാരത്തിൽ ചെറിയ ചെറിയ ജീവനക്കാരുടെ മോഷണങ്ങൾ, അല്ലാത്ത ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ നടപടികൾ യഥാസമയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നടപടി ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികം. ഇത്തരം ഒരു അനുഭവം ആദ്യമാണ്. ശരി, ഞാനങ്ങനെ